പുഷ്പ സിനിമയുടെ പ്രീമിയറുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചതാണ് ഇന്നലെ അല്ലു അർജുൻ്റെ അറസ്റ്റിലേക്ക് നയിച്ചത്. ഡിസംബർ 4-ന്, അതായത് ഈ മാസം 4-ന് രാത്രി 11-നാണ് സന്ധ്യ തിയേറ്ററിൽ സിനിമയുടെ പ്രീമിയർ നടന്നത്. അന്ന് രാത്രിയാണ് ഈ ഉന്തും തള്ളും ഉണ്ടാകുന്നു, ആൾത്തിരക്ക് രൂപപ്പെടുന്നു, ഒരാൾ മരിക്കുന്നതുമായ സംഭവം. ഇതിൽ തെലങ്കാന പോലീസ് കേസെടുക്കുകയും അല്ലു അർജുനെ പ്രതിയാക്കുകയും ചെയ്തിരുന്നു. തന്നെ പ്രതിയാക്കിയതിന് പിന്നാലെ അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. അതും ഇന്നലെയാണ് കോടതി പരിഗണിച്ചത്. ഇന്നലെ ഉച്ചയോടെ അല്ലു അർജുൻ്റെ വീട്ടിലെത്തിയാണ് അല്ലു അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ചോദ്യം ചെയ്യൽ പോലും ഇല്ലാണ്ട് കുറ്റപത്രം ചാർജ് ഷീറ്റും വെച്ച് നേരിട്ട് പോലീസ് ചോദ്യം ചെയ്യൽ പോലും ഇല്ലാണ്ട് വന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സാധാരണഗതിയിൽ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്യുക. പക്ഷേ ഇത് അല്ലു അർജുനെ നേരിട്ട് വന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അല്ലു അർജുനെ വൈകിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് 1.5 മണിക്കൂറിനുള്ളിൽ ഹൈക്കോടതി അല്ലു അർജുന് ജാമ്യം അനുവദിച്ചു. ഇടക്കാല ജാമ്യത്തിൻ്റെ ബോണ്ടിൽ ജാമ്യം അനുവദിച്ചു. എന്നാൽ കോടതി ഉത്തരവിൻ്റെ പകർപ്പ് ജയിലിലെത്തിക്കാൻ വൈകിയെന്ന് പറഞ്ഞിട്ട് അല്ലു അർജുൻ ഇന്നലെ രാത്രി, വെള്ളിയാഴ്ച രാത്രി കോടതി ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നു. പ്രത്യേക സെല്ലിൽ കഴിയേണ്ട അവസ്ഥ വന്നു. ഇന്നലെ അല്ലു അർജുൻ്റെ കേസ് പരിഗണിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വക്കീല്, കൗൺസിലർമാർ പരാമർശിച്ചൊരു കേസാണ് ഷാരൂഖ് ഖാനെതിരെ 2017 ഉണ്ടായ സംഭവം. ഇത് സമാന രീതിയിലുള്ളൊരു കേസ്. 2017 റയീസ് സിനിമയുടെ പ്രൊമോഷനിടെ വഡോദര റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചിരുന്നു. അന്ന് ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ സംഭവത്തിൽ ഷാരൂഖ് ഖാനെതിരെ സമാനമായ ആരോപണം ഉയരുകയും കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗുജറാത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഷാരൂഖ് ഖാനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. അന്ന് അവർ കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ ഷാരൂഖിൻ്റെ പ്രവൃത്തികൾ കാരണമല്ല മരണം സംഭവിച്ചതെന്നായിരുന്നു കോടതി അന്ന് പരാമർശിച്ചിരുന്നത്. സമാന സാഹചര്യമാണ് അല്ലു അർജുൻ്റെ കാര്യത്തിലുണ്ടായതെന്നാണ് അല്ലു അർജുൻ്റെ വക്കീല് കോടതിയിൽ പറഞ്ഞത്. കാരണം ഈ സന്ധ്യ തിയേറ്ററിൽ ഈ സംഭവം നടക്കുമ്പോൾ, അതായത് ഈ ആൾത്തിരക്ക് രൂപപ്പെടുമ്പോൾ അല്ലു അർജുൻ 1-ാം നിലയിൽ നിൽക്കുകയും താഴത്തെ നിലയിലാണ് ആൾത്തിരക്ക് ഉണ്ടാവുകയും ചെയ്തതെന്നാണ് ഇവരെ കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം പോലീസിന് സംഭവിച്ച വീഴ്ചയെ മറയ്ക്കാനാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് പൊളിറ്റിക്കൽ സ്റ്റണ്ട് നടത്തുന്നതെന്നാണ് അല്ലു അർജുൻ്റെ വക്കീല് കോടതിയിൽ പറഞ്ഞത്. കാരണം ഇവർ പ്രീമിയറിന് വരുന്നു എന്നുള്ളത് കൃത്യമായി തിയേറ്റർ അധികൃതരെയും പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും അവരാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുമാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു കത്തൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ദേശീയ അവാർഡ് ജേതാവായ അല്ലു അർജുൻ്റെ അറസ്റ്റിന് പിന്നാലെ തെലങ്കാനയിലെ രാഷ്ട്രീയ വിവാദങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമ പോലെ തന്നെ, തമിഴ്നാട്ടിലെ പോലെ തന്നെ സിനിമയും രാഷ്ട്രീയവും ഒരുപോലെ കൂടിക്കലർന്നാണ് തെലുങ്കിലും, തെലങ്കാനയിലായാലും ആന്ധ്രാപ്രദേശിലായാലും ഒരുപോലെയാണ്. ഈ വിവാദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് അല്ലു അർജുൻ്റെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം പുഷ്പ 2-ൻ്റെ വിജയാഘോഷത്തിന് ഡൽഹിയിലെത്തിയ അല്ലു അർജുൻ പ്രശാന്ത് കിഷോറുമായി ചർച്ച നടത്തിയെന്ന രീതിയിലൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് അല്ലു അർജുൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരം ചർച്ചകൾ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത്. കാരണം അല്ലു അർജുൻ്റെ അമ്മാവൻ ചിരഞ്ജീവി, മറ്റൊരമ്മാവൻ പവൻ കല്യാൺ, ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ, അല്ലു അർജുൻ്റെ ഭാര്യാപിതാവ്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രോമിനൻ്റ് ഫേസാണ്. അപ്പം അല്ലു അർജുനും പതിയെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ള വഴികൾ തേടുകയാണെന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. ഈ അല്ലു അർജുൻ്റെ രാഷ്ട്രീയ പ്രവേശനം തടയാനുള്ളൊരു മാർഗമായിട്ടാണ് തെലങ്കാനയിലെ കോൺഗ്രസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ശ്രമിക്കുന്നതെന്നാണ് ഒരു ആരോപണം ഉയർന്നത്. മറ്റൊന്ന്, അല്ലു അർജുനും അമ്മാവന്മാരും തമ്മിലുള്ളൊരു നിലനിൽക്കുന്ന ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ട്. അമ്മാവന്മാരെന്ന് പറയുന്നത് ചിരഞ്ജീവിയും പവൻ കല്യാണമൊക്കെ ബന്ധപ്പെട്ട് അത്ര നല്ല ടൈംസിലല്ല അല്ലു അർജുനുള്ളതെന്നും
ഇത് മുതലെടുക്കുക എന്നാണ് ഈ അറസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ YSR കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ശില്പാ രവിയുടെ വീട്ടിൽ അല്ലു അർജുൻ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്ന ആന്ധ്രാപ്രദേശിലാണ്. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നത് തെലങ്കാന പോലീസും. ഇന്നലെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ പവൻ കല്യാണും ചിരഞ്ജീവിയും ഒക്കെ അല്ലു അർജുൻ്റെ വീട്ടിൽ നേരിട്ട് എത്തിയിരുന്നു. അതോടെ അത്തരം ചർച്ചകൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നുള്ളതാണ് തെളിയുന്നത്. ഈ രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഏറ്റവും തമാശ തോന്നിക്കുന്നത് തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളാണ്. കാരണം പുഷ്പ 2ൻ്റെ സക്സസ് മീറ്റിൽ അല്ലു അർജുൻ രേവന്ത് റെഡ്ഡിയുടെ പേര് പറയാൻ മറന്നുപോയത് രേവന്ത് റെഡ്ഡിയുടെ ഈഗോയിനെ ഹർട്ട് ചെയ്തിട്ടുണ്ടെന്നും അതാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചതെന്നുമാണ് ഒരു കാരണം പറയുന്നത്. അതേപോലെ ഈ തെലങ്കാന ചലച്ചിത്ര മേഖല തന്നെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ലെന്നും തൻ്റെ ബർത്ത്ഡേക്കൊന്നും അവരാരും വിഷ് ചെയ്യുന്നില്ലെന്നും തൻ്റെ എതിരാളിയായ KT രാമറാവുവിനെ എല്ലാ ബർത്ത്ഡേക്കും തെലങ്കാന സൂപ്പർ സ്റ്റാറുകൾ വിഷ് ചെയ്യാറുണ്ടെന്നും സന്ദർശിക്കാറുണ്ടെന്നുള്ളത് ഈ രേവന്ത് റെഡ്ഡിയുടെ ഈഗോനെ ഹെർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. സിനിമാക്കാരെല്ലാവരും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി രേവന്ത് റെഡ്ഡി കണ്ടെത്തിയതാണ് അല്ലു അർജുൻ്റെ അറസ്റ്റ് എന്നാണ് ആരാധകരുടെ വിമർശനം. എന്തൊക്കെയായാലും അല്ലു അർജുൻ്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങളും തെലങ്കാനയിലും ആന്ധ്രയിലും തെലുങ്ക് രാഷ്ട്രീയത്തിലെ സിനിമാ മേഖലയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് അടുത്ത ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.